അടിക്കേണ്ടതായിരുന്നു. You were supposed to hit more. എങ്കിൽ നിന്റെ ജീവകാലത്ത് ഒരിക്കലും നിനക്ക് തോൽവി ഉണ്ടാകത്തില്ലായിരുന്നു. Then in your lifetime you would have never failed. ആത്മാവിനെ പ്രാപിക്കുന്നതിനകത്ത് നീ സംതൃപ്തനാകരുത്. But don't be satisfied receiving more of the Spirit. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, His greatest speciality, എപ്പോഴും ദൈവ സാന്നിധ്യം കൊതിച്ച മനുഷ്യനായിരുന്നു. he always used to desire for the presence of the Lord. ഞാൻ ഒത്തിരി നാളായി സാക്ഷി പറഞ്ഞിട്ട്. It's been many days since I testified this. ഞാനൊരു ന്യൂസ് പേപ്പർ ബോയ് ആയിരുന്നു. I was a newspaper boy. ഇനി ഒരു ലൈഫ് ഇല്ലെന്ന് വിധി എഴുതിയ ഒരാളാണ് ഞാൻ. As a person who was written that there is no life after this by others. ഞങ്ങൾ ഉപ്പിട്ടിട്ട് അതിന്റെ മുകളിൽ പ്ലാസ്റ്റിക് ഇട്ട് അതിന്റെ മുകളിൽ പായിട്ടായിരുന്നു ഉറങ്ങുന്നത്. We used to put salt, and above that we used to put a plastic sheet. Above that we used to put a mat, and then we used to sleep. പക്ഷേ അഭിഷേകം നിന്റെ അഡ്രസ് മാറ്റും. But anointing will change your address. Amen. ഉയർത്തെഴുന്നേറ്റ കർത്താവ് 500-ലധികം വ്യക്തികൾക്ക് പ്രത്യക്ഷനായെന്ന് തിരുവചനം പറയുന്നു. The Holy Bible says that the Lord Jesus, who was resurrected, revealed himself to about 500 people. 500-ലധികം പേർക്ക് കർത്താവ് ഉയർത്തെഴുന്നേറ്റവൻ പ്രത്യക്ഷനായി. The resurrected Messiah, he was revealed to more than 500 people. പക്ഷെ കാത്തിരിക്കാൻ 120 പേരെ ഉണ്ടായിരുന്നുള്ളൂ. But only 120 people were ready to wait for him. അങ്ങനെ ഒരു കൂട്ടമാണ് ഇതിനകത്തിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe these kind of people are sitting here who are waiting upon the Lord. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയില്ല. I don't know how many of you are believing this. ഇതിനകത്ത് പകർച്ചയുടെ പുതപ്പുകൾ ഇതിനകത്ത് കിടപ്പുണ്ട്. The blankets of impartation is in this atmosphere. പകർച്ചയുടെ പുതപ്പുകൾ ഇതിനകത്തുണ്ട്. The mantles of impartation is inside this. എല്ലാവരും പ്രാർത്ഥിച്ചോണ്ടെന്നിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചോണ്ടെന്ന്. Everyone start praying. Thank you Jesus. Thank you Jesus. Thank you Jesus. Thank you Jesus. എല്ലാവരും അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. Everyone who speak in tongues start speaking in tongues. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എന്നോട് ദൈവം വീണ്ടും പറയാൻ പറയുന്നു, പകർച്ചയുടെ പുതപ്പുകൾ ഇതിനകത്തുണ്ട്. The Lord is repeatedly asking me to say this. The impartation mantles are in this place. ഒരിക്കലും ഒരു പ്രവാചകനോട് യുദ്ധത്തിന് ജയിക്കുമോ ഇല്ലയോ എന്നറിയാൻ ഒരു രാജാവ് ചെല്ലുമ്പോൾ പ്രവചന പ്രവർത്തികൾ എന്ന പോലെ നിന്റെ അമ്പെടുത്ത് തറയിൽ അടിക്കാൻ പറഞ്ഞു. When a king went to the prophet, if he would win the battle, then the prophet said, take your arrow and beat it on the ground. അവൻ 3 പ്രാവശ്യം തറയിൽ അമ്പെടുത്തടിച്ചു. He beat the arrow on the ground for 3 times. പ്രവാചകന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. The reply of the prophet was like this. നീ അധികം അടിക്കേണ്ടതായിരുന്നു. You were supposed to hit more. എങ്കിൽ നിന്റെ ജീവകാലത്ത് ഒരിക്കലും നിനക്ക് തോൽവി ഉണ്ടാകത്തില്ലായിരുന്നു. Then in your lifetime you would have never failed. ആരോടൊക്കെയോ ദൈവാത്മാവ് ഈ സെക്ഷനുകളിൽ പറയുന്ന അധികം ചോദിക്കുക. Today somebody, the Holy Spirit is saying, ask more. എന്തോ ഈ സെക്ഷനുകളിൽ ദൈവത്തിന്റെ വലിയ പകർച്ചകൾ ഇതിനകത്ത് നടക്കാൻ പോകുകയാണ്. In this session some great impartations are going to take place. അധികം ചോദിക്കുക. Ask for more. അധികം ചോദിക്കുക. Ask for more. മറ്റൊന്നിലും സംതൃപ്തനായാലും സാന്നിധ്യത്തിൽ സംതൃപ്തനാകരുത്. Even if you're satisfied in everything, don't be satisfied in the presence of God. വണ്ടിക്കകത്ത് സംതൃപ്തനാകുക. Be satisfied in your vehicle. വീടിനകത്ത് സംതൃപ്തനാകുക. Be satisfied in your house. പക്ഷേ ആത്മാവിനെ പ്രാപിക്കുന്നതിനകത്ത് നീ സംതൃപ്തനാകരുത്. But don't be satisfied in receiving more of the Spirit. അതോരോ ദിനവും അതിന്റെ വാഞ്ച വർദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ. Let the desire for it increase day by day. ചോദിക്കുക, കർത്താവിനോട് ചോദിക്കുക. Ask God. ഈ അന്ത്യകാല ഉണർവിന് വേണ്ടി ഒരു അഭിഷേകം. An anointing for end time revival. എല്ലാ കരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി. Let every hands be lifted towards heaven. ഈ അന്ത്യകാല ഉണർവിന് വേണ്ടി ഒരു അഭിഷേകം. An anointing for end time revival. ആ അന്ത്യകാല ഉണർവിന് വേണ്ടിയുള്ള ഒരു അഭിഷേകം. Anointing for the end time revival. ഞാൻ ഇതിനകത്ത് നിൽക്കുന്ന നിങ്ങളെ യൗവനക്കാരെ നോക്കി ആത്മാവിൽ പ്രവചിച്ചു പറയുക. I'm prophesying to the youngsters standing inside us. അഭിഷേകം നിന്റെ അഡ്രസ് മാറ്റിക്കളയും. Anointing will change your address. ഒന്നുകൂടെ ഞാൻ പറഞ്ഞ അഭിഷേകം നിന്റെ അഡ്രസ് മാറ്റിക്കളയും. I'm telling you again, anointing will change your address. എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. Everyone start praying. അഭിഷേകം പകരാതെ വിടരുത്. Without anointing, you point out, don't leave. ഇരട്ടി അഭിഷേകമല്ല. Not double portion. ഈ അന്ത്യകാല ഉണർവിന് വേണ്ടി അഭിഷേകം. Anointing for the end time revival. കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. Everybody start praying. അഭിഷേകം നിന്റെ അഡ്രസ് മാറ്റും. Anointing will change your address. ഈ അന്തരീക്ഷത്തിൽ അങ്ങനെ പറയാൻ എന്നകത്ത് ദൈവാത്മാവ് പറയുന്നു. The Holy Spirit will say this in this atmosphere. ലൈവിൽ വാച്ച് ചെയ്യുന്നവരോടും People are watching us live. അഭിഷേകം നിന്റെ അഡ്രസ് മാറ്റിക്കളയും. Anointing will change your address. എല്ലാ യങ്സ്റ്റേഴ്സ് കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. Every youngster start praising God. നിയോഗമകത്ത് ചലിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. Everybody who
is feeling the leading of the Holy Spirit, start praising God. Thank you, Jesus. ഈ അന്തരീക്ഷത്തിനകത്ത് ദൈവത്തിന്റെ ഭയങ്കര പ്രവർത്തികൾ നടക്കട്ടെ. Great acts to the Lord working in this atmosphere. Rubana Shanteria Terebe Sekenia Taraba Robo Shantara Baba Setene Berekebes Remo Shakra La Setema Rakataba. Thank you, Jesus. Remama Thank you, Jesus. ദൈവത്തിന്റെ ദാസൻ പറഞ്ഞതുപോലെ ദാവീദിന്റെ വീണുപോയ കൂടാരങ്ങൾ ഈ അന്ത്യകാലത്ത് ചിലത് പണിയപ്പെടട്ടെ. As the man of God said, let the tabernacle of David be rebuilt in this ഒരു atmosphere. David generation എഴുന്നേറ്റ് വരട്ടെ. David generation arise. Yes. Robo Shantara ശബനപ്രഭധുരികളുടെ ഗജനം. Rekebe Shantara Karabas. We thank you, ഞാൻ Jesus. ഒന്ന് രണ്ട് പദം പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടിരിക്കാം. നമുക്ക് I'm going to say a couple of terms and we'll continue in prayer. ഞാൻ ആ ചെയറിനകത്തിരുന്ന് I was sitting in the chair. ഞാനിങ്ങനെ ദാവീദിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് I was thinking about David. പാസ്റ്റർ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ പറ്റി പറയുന്നത്. Pastor Damister is speaking about the tabernacle of David which was ruined. ഞാൻ ദാവീദിൽ കണ്ട രണ്ട് കാര്യങ്ങൾ പറയാം. I'll say two things which I saw in David. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത His greatest speciality, എപ്പോഴും ദൈവ സാന്നിധ്യം കൊതിച്ച മനുഷ്യനായിരുന്നു. he always used to desire for the presence of the Lord. പ്രസൻസ് ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? Is anybody who is assured that you cannot live without the presence of God? ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ഉറപ്പുള്ളവര്? If you have assurance that you cannot live without the presence of God. പണമില്ലെങ്കിൽ ജീവിക്കാം, You can live without money. വീടില്ലെങ്കിലും ജീവിക്കാം, You can live without house. പക്ഷെ സാന്നിധ്യം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. But without the presence, you cannot live. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെന്ന് അവരുടെ കാര്യം ഞാനൊന്ന് കാണട്ടെ. Is there anybody like that? Can I see your hands? ദൈവത്തിന്റെ പ്രസൻസ് ഒരു സെക്കൻഡെങ്കിലും മാറി നിൽക്കുമ്പോൾ അസ്വസ്ഥരാകുന്നവർ, People who are being affected when the presence of God is missing. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ പ്രസൻസ് ഇല്ലെങ്കിൽ വിഷമം വരുന്നവർ. People who are sad if you don't feel the presence of God when you sit to pray. ദാവീദ് അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. David was a man like that. ദാവീദ് ഗുഹകളിൽ ജീവിച്ച മനുഷ്യനായിരുന്നു. David used to live in caves. വീട്ടിൽ അല്പകാലം വസിച്ച മനുഷ്യനാണ്. He was a man who dwelled in his house for a short time. ദൈവം അവനെ മാനിച്ചപ്പോൾ But when the Lord honored him, അവന് കൊട്ടാരം കൊടുത്തു, God gave him a palace. നല്ല പട്ടുമത്ത കൊടുത്തു, God gave him a nice mattress. നല്ല കട്ടില് കൊടുത്തു. God gave him a nice coat. പക്ഷെ പുള്ളി ഉറങ്ങിയില്ല. But he didn't sleep. Come on. ഏയ്, Shatarama. ഞാൻ യങ്സ്റ്റേഴ്സിനോടാ പറയും, I'm speaking to the youngsters. ഉറങ്ങാൻ അവസരം കിട്ടിയപ്പോൾ ഉറങ്ങിയില്ല. When he got a chance to sleep, he did not. നല്ല മെത്ത കിട്ടി, He got a good mattress. നല്ല കട്ടില് കിട്ടി, He got a good coat. ഗുഹയ്ക്കകത്ത് കിടന്നവന് കൊട്ടാരം കിട്ടി. One who was in the caves, he got palace. പുള്ളി പക്ഷെ കിടന്നില്ല. But he did not lay അദ്ദേഹം down. സങ്കീർത്തനത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. He's asking a question in the psalm. ഞാൻ എങ്ങനെ എന്റെ കണ്ണിന് ഉറക്കം കൊടുക്കും? How will I give sleep to my eyes? ഞാൻ എങ്ങനെ എന്റെ കൺപോളയ്ക്ക് മയക്കം കൊടുക്കും? How will I give slumber to my eyelids? ഞാൻ എങ്ങനെ എന്റെ ശയ്യമേൽ കയറി കിടക്കും? How will I lay upon my bed? എന്താ ദാവീദേ പ്രശ്നം? What is the problem, David? ദാവീദേ സാഹചര്യം മാറിയില്ലേ? David, your circumstances changed. സിറ്റുവേഷൻ മാറിയില്ലേ? Situations changed. എല്ലാം അറ്റ്മോസ്ഫിയറും ഓക്കെ ആയില്ലേ? Every atmosphere is okay for you. ഉറങ്ങ് ദാവീദേ, David, sleep. ഉറങ്ങ് ദാവീദേ. David, sleep. ദാവീദിന്റെ മറുപടി, The reply of David. എന്റെ സാഹചര്യം എല്ലാം അനുകൂലമാ, Every circumstance are okay. പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. I cannot sleep. എനിക്ക് കൊട്ടാരം കിട്ടി, I got palace. എനിക്ക് മെത്ത കിട്ടി, I got mattress. എനിക്ക് കട്ടില് കിട്ടി, I got car. എനിക്ക് യാത്ര ചെയ്യാൻ കുതിരയും രഥങ്ങളും കിട്ടി. I got chariots and horses to പക്ഷേ travel. എന്റെ ദൈവത്തിന്റെ മഹത്വത്തിലിരിക്കാം. But to sit in the glory of my God. Yes, come on, come on. എന്റെ ദൈവത്തിന്റെ മഹത്വത്തിലിരിക്കാം. Sit in the glory of my God. A generation like that. അങ്ങനൊരു generation A generation like that. ഇതിനകത്തുനിന്ന് ദൈവം കൊതിക്കുന്നുണ്ട്. God is desiring for a generation like that. അങ്ങനൊരു ജനറേഷനെ A generation like that. ദാവീദിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ If I was in the place of David, ഞാൻ ഉറങ്ങും. I would sleep. ഞാൻ കുത്തിയിരുന്നിട്ട് പറയും ദൈവം സ്ഥിതി മാറ്റി.
I would sit down and say, God has changed my situation. ഓ എന്റെ ചേട്ടന്മാരെന്നെ തള്ളിയാൽ എന്നെ അപ്പൻ എന്നെ തള്ളിയാൽ എന്റെ ദൈവം എന്റെ സ്ഥിതി മാറ്റി. Oh, my brothers have rejected, I don't care. My father has rejected, I don't care, because God changed my situation. ദാവീദ് പറയും, David will say, ഞാൻ ഉറങ്ങണമെങ്കിൽ, if I have to sleep, ഞാൻ ഈ പട്ടണത്തേക്ക് കയറണമെങ്കിൽ, if I have to enter the city, ഞാൻ ഈ കൊട്ടാരത്തിന്റെ സുഖ സൗകര്യം അനുഭവിക്കണമെങ്കിൽ, if I have to enjoy the things in the palace, എന്നെ രാജാവാക്കിയ ഒരു മഹത്വമുണ്ട്. there is a glory which made me the king now. Come on, youngsters. ഇതിനകത്ത് നിൽക്കുന്ന യൗവനക്കാരോടാ ഞാൻ ഈ ചോദിക്കുന്നത്. I'm asking the youngsters sitting inside this. എത്ര യങ്സ്റ്റേഴ്സ് ഇതിനകത്ത് ഇന്ന് വിളിച്ചു പറയോ? How many youngsters will say in this? സാന്നിധ്യം മതി എന്ന് എത്ര പേര് ഇതിനകത്ത് പറയോ? How many of you say, I just need the presence? അങ്ങനെയുള്ളവരുടെ കരം ഇതിനകത്ത് ഞാനൊന്ന് കാണട്ടെ. Can I see the hands of those people? എനിക്ക് അങ്ങയുടെ പ്രസൻസ് മതി. I just need your presence. അങ്ങനെ കൊതിക്കുന്നവർ ഇതിനകത്ത് നിൽപ്പുണ്ടോ? Is there anybody like that inside this hall? അവരാണ് വീണുപോയ ചിലതിനെ പണിയാൻ പോകുന്നത്. You are the one who's going to rebuild something which is ruined. Hey, come on, come on, come on. ശബരം പ്രഭധുരികടകജല പ്രഭാതലകടകജല. എനിക്കറിയത്തില്ല, ഒരു അന്ത്യകാല ജനറേഷൻ ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. I don't know, a new generation for the last time revival ഈ is സെക്ഷനിൽ arising in this. ചിലരുടെ മേൽ അങ്ങനെ ചിലത് പകരുന്നുണ്ട്. In this session, something like that has been imparted over you. Yes, ഒരു ഡേവിഡ് ജനറേഷൻ. A David generation. ദാവീദിന്റെ അടുത്തൊരു കാര്യം ഞാൻ പറഞ്ഞു. I'll say one thing more about David. ഒരു വാക്യം ഇങ്ങനെ കിടപ്പുണ്ട്. There's a verse like this. വെള്ളമില്ലാതെ In this place, in the dry land, ഉണങ്ങി വരണ്ട ദേശത്ത് in the dry land where there's no water, എന്റെ ഉള്ളം my soul, ഒരു കുപ്പി വെള്ളത്തിന് ദാഹിക്കുന്നല്ല. it's not written my soul desires for a bottle of water. ഞാൻ ആരോടാ ഇത് പറയുന്നത്? Who am I speaking to? വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് In the place of dry land where there's no water, വെള്ളത്തെ അന്വേഷിച്ചെന്നല്ല എഴുതിയത്. it's not written he seeked for water. എനിക്കിവിടെ വെള്ളമില്ലെന്നുള്ളത് സത്യമാ. There is no water, that's a truth, that's a fact. ഇത് ഉണങ്ങി വരണ്ട ദേശമാന്നുള്ളത് സത്യമാ. It's a dry land, it's a fact. പക്ഷെ ദാവീദ് പറയും, എനിക്ക് വെള്ളം വേണ്ട, David is saying, I don't need water. എനിക്ക് നിന്റെ പ്രസൻസ് I വേണം. need your presence. ചോദിക്കും മക്കളെ, ഇന്ന് ഈ സെക്ഷനൊക്കെ ചോദിക്കാം. Ask in the session, come on. ചിലരുടെ മേൽ അസാധാരണമായിട്ട് അത് ചലിക്കാൻ പോകുകയാ. It's going to operate upon you supernaturally. Come on, come on, come on. ചില കുഞ്ഞുങ്ങളുടെ മേൽ ഭയങ്കര അഭിഷേകത്തിന്റെ കൈമാറ്റം. Impartation of anointing upon many youngsters. ആ കരങ്ങൾ ഉയർത്തി. Let your hands be lifted up. ഞാനൊരു ന്യൂസ് പേപ്പർ ബോയ് ആയിരുന്നു. I was a newspaper boy. എന്നെ മിനിസ്ട്രിയിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്ത ഒരാളാണ് ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആള്. A man who helped me a lot is a person who's standing before me. എന്നെ ഒത്തിരി എൻകറേജ് ചെയ്തതാ, വീഡിയോ ചെയ്യണം, ചാനലിൽ പോകണം. ഈ രഞ്ജിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. This man's name is Ranjit. He encouraged me a lot. He asked me to go to media. ഞാൻ 143 പത്രം എറിഞ്ഞൊരു മനുഷ്യനാണ്. I was a paper boy who used to go for daily, sending papers for 143 എനിക്ക് houses. ഇതിനകത്ത് ചില ഗിദയോന്മാർ ഇരിപ്പുണ്ട്, എനിക്ക് ഇന്ന് അവരെ തൊടണം. There are some Gideons inside. I have to touch them today. ഇതിനകത്ത് ചില ദാവീദുമാർ ഇരിപ്പുണ്ട്, എനിക്ക് അവരെ ഇന്ന് വേണം. There are some Davids inside. I need them today. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ സെക്ഷൻ ശുശ്രൂഷിക്കുന്നത്. I'm ministering for you in this session now. അഭിഷേകം നിന്റെ അഡ്രസ് മാറ്റിക്കളയും. Anointing will change your address. ഞാനിത് പറയുമ്പോൾ ആരുടെയൊക്കെ മേൽ അത് ചലിക്കുന്നുണ്ട് ഈ സമയത്ത്. When I'm speaking, there's something is operating upon you right now. അഭിഷേകം നിന്റെ അഡ്രസ് മാറ്റും. Anointing will change your address. Yes. ഇന്നും കിളയ്ക്കാൻ പോകുന്ന ഒരു അപ്പന്റെ മോനാണ്. I am a son of a farmer. ഫാർമർ എന്നൊന്നും പറയില്ല, അത് ഒരു കൂടിയ ജോലിയാ. People say that that's not a good job. എന്റെ കൂടെ എത്ര യങ്സ്റ്റേഴ്സ് ഉണ്ടെന്ന് ഞാൻ അവരെ കാണട്ടെ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. How many youngsters are with me? Let me see you. അവരെ ഉള്ളു ഇതിനകത്ത്. ഇന്ന് ചിലരുടെ മേൽ ഒരു കൈമാറ്റം നടക്കും. An impartation will happen on many of you today. ഇന്ന് രാവിലെ കളയ്ക്കാൻ പോയ അപ്പന്റെ മോനാ ഞാൻ. I am a farmer's son who went to plow even today morning. മോനെ ഫാർമർ എന്നൊക്കെ പറഞ്ഞ കൂടിയതാണ്, കൃഷിക്കാരുമോ പൈസക്കാരാ. Farmer's job is a rich job. Farmers are rich these days. ഓരോ വീടുകളിൽ അവർ പറയുന്ന ജോലി ചെയ്യാൻ പോകുന്ന ഒരാള്. He's a man who does jobs when people ask to do in their houses. കിളയ്ക്കാൻ പോകും. He used to plow the field. മരം വെട്ടാൻ പോകും. He used to cut the tree. എന്ത് ജോലിക്കും പോകും. He does any job.
10ാം ക്ലാസ്സിന് ശേഷം പഠിക്കാൻ നിവർത്തിയില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. I was a person who did not have opportunity to study after 10th. ഞാൻ താമസിക്കുന്ന പട്ടണത്തിൽ ഒരു റബ്ബർ കടയുണ്ട്, അതിനകത്ത് ജോലി ചെയ്യാൻ പോയ ഒരാളാണ്. There was a rubber shop near my house, so I used to work in that shop. ഇനി ഒരു ലൈഫ് ഇല്ലെന്ന് വിധി എഴുതിയ ഒരാളാണ് ഞാൻ. I was a person who was written that there is no life after this by others. 20ാമത്തെ വയസ്സിലാണ് ഒരു പുതിയ ചെരുപ്പ് ആദ്യമായിട്ട് ഇട്ടത്. It's in my 20th age I wore a new sandal in my life. അഭിഷേകം നിന്റെ അഡ്രസ് മാറ്റും. Amen. Anointing will change your address. Come on, youngsters, come on. മക്കളെ, ഈ സെക്ഷനിൽ അത് നിന്റെ മേൽ പകരും. In this session, that will be come on. എനിക്കറിയത്തില്ല, ഈ സെക്ഷനിൽ ചിലരുടെ മേൽ ഇത് വീഴും. in this session that will be fallen upon you. ഞാൻ ഒത്തിരി നാളായി സാക്ഷി പറഞ്ഞിട്ട്. It's been many days since I testified this. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോ When I used to sit in my house, ഞാൻ എന്റെ സാഹചര്യം പറയാം. എനിക്കറിയത്തില്ല, ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത് ഒരു കൂട്ടം ദാവീദുമാരെ പിടിക്കാനാ. I'm standing here to capture a lot of Davids, a group of Davids. ഈ കരുവേലകത്തിന് കീഴിൽ മറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം ഗിദെയോന്മാർ ഇവിടെ ഉണ്ട്. There is a lot of Gideons who are hidden now. ഒരസ്ഥി കിട്ടിയാൽ കുന്നൊന്ന് കുന്ന് രണ്ടെന്ന് കൂട്ടാൻ വിളിയുള്ളവൻ ഇതിനകത്ത് ഇരിപ്പുണ്ട്. There are people, if you get an ox head, you will gather people like hill 1, hill 2. You have abilities like that. ഈ സെക്ഷൻ അങ്ങനെയുള്ള ചിലരുടെ മേൽ സ്പർശനങ്ങൾ നടക്കും. The touch of the Lord will come upon you in this session. People are like that. ഒരച്ചാച്ചനും വേണ്ട നിന്നെ ഉയർത്താൻ. There's no need of anybody to lift you. ഒരമ്മാച്ചനും വേണ്ട നിനക്ക് വഴിവെട്ടാൻ. There is no need of any person to crave away for you. ഒരച്ചാച്ചനില്ലെങ്കിലും സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടോ? Even if nobody is with you, is the presence of God with you. അഭിഷേകം നിന്റെ അഡ്രസ് മാറ്റും. Anointing will change your address now. എനിക്കറിയത്തില്ല, ഇന്ന് ആരുടെയൊക്കെ മേൽ ഇത് ചലിക്കുക. It is operating upon somebody today. Shara Santa Yaraba Sekenianta Rabasa. എത്ര പേര് ദൈവത്തിന്റെ പ്രസൻസ് അറിയുന്നുണ്ട്? How many of you experienced the presence of God? ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, കാരണം പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല. രാത്രി മൊത്തം റബ്ബർ കടയിൽ ഇരുന്ന് I used to think like this. I cannot go to study and I am in the rubber shop all the night. ജോലി ചെയ്യണം, I have to work. വെളുപ്പാങ്കാലത്ത് പത്രം അറിയാൻ പോണം. In the early morning I have to go to, send newspapers. മുൻപോട്ട് നോക്കിയപ്പോ എല്ലാം ശൂന്യവാ. When I look forward, everything is empty. It's big zero. ചൂടായാൽ എന്റെ വീടിനകത്ത് കിടക്കാൻ പറ്റത്തില്ലായിരുന്നു. And if it's a summertime, I cannot sleep inside my house. തണുപ്പായാൽ എന്റെ വീടിനകത്ത് കിടക്കാൻ പറ്റത്തില്ല. And even if it's winter, I cannot sleep inside my house. ഞാനിത് പറഞ്ഞിട്ട് ഒരു വേടിലോട്ട് കയറാനാ, പക്ഷെ എനിക്ക് ചില ദാവീദുമാരെ, Amen. ചില ഗിദെയോന്മാരെ, Come on. ഈ തള്ളിക്കളഞ്ഞ ഇതിനകത്തിരിക്കുന്ന ചില മൂലക്കല്ലുകളെ എനിക്ക് വേണം. Jesus' name. I want to enter into a word by this testimony, and I need some Davids who have been rejected. I need the cornerstones this day. ചൂടായ ഞങ്ങളുടെ വീട്ടിൽ കിടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതിന്റെ കാരണം, If it's summer, I cannot sleep in my house. The reason I said this, ഞങ്ങളുടെ വീടിന് ഓടില്ലായിരുന്നു. ഈ തകര ഷീറ്റ് എന്ന് പറഞ്ഞ ഇവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ മേളിൽ കിടക്കുന്ന സെയിം സാധനം, the metal sheet. അത് ഈ ആംഗ്ലയറിനകത്തൊന്നും അല്ല ഇട്ടിരുന്നത്. ഈ കാറ്റാടി കഴയെന്നൊക്കെ പറയും, പച്ച മലയാളം കേട്ടോ, അതാ പ്രശ്നം. ഈ കമ്പിനകത്ത് ആണി അടിച്ചാ വെച്ചിരുന്നത്. Just used to put a hammering nail over it, over the steel sheet. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് എൻകൗണ്ടറുകൾ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. As I'm speaking, those encounters are happening upon somebody. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. Keep on praying. ഞാനൊരു വേടെടുത്ത് പ്രസംഗിച്ചങ്ങ് പോത്തേ ഉള്ളായിരുന്നു, പക്ഷെ എന്തോ ഇതിനകത്ത് എനിക്ക് ഉറപ്പാണ് ചിലരുടെ മേൽ ഇതൊരു അസാധാരണ കൈമാറ്റം നടക്കും. Hallelujah. I was about to preach the word, but I don't know why this turned like this, but I'm sure that an encounter will happen upon you. കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. Every youngster start praying. എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. Every youngsters keep on praying. അവരുടെ പുറകിരിക്കുന്ന അപ്പനമ്മമാര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. Every parent sitting behind them keep on praying. ഞാൻ താമസിച്ച പട്ടണം പുനലൂർ എന്ന് പറയുന്ന പട്ടണം. I used to stay in a place called Punalur. ഈ ഞങ്ങളുടെ പട്ടണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവിടെ ജനിച്ച ഒരുമാതിരിപ്പെട്ടതെല്ലാം അഭിഷക്തന്മാരാ. The greatest specialty of my town is many of the people who are born there are anointed servants of God. ഏറ്റവും വലിയ പ്രോഫറ്റ് അവിടെ. The greatest prophet of India is in Punalur. ആ വീട്ടിലാ ഞാൻ. And I am from that house. ഇപ്പൊ വന്ന ഏറ്റവും വലിയ പ്രോഫറ്റും അവിടെ. The greatest prophet right now is also in Punalur.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള 2 ജില്ല, ഒന്ന് പാലക്കാട്, ഒന്ന് പുനലൂരുവാ. The two greatest districts in Kerala which is very hot, one is Palakkad, another one is Kollam. അതുകൊണ്ട് ഞങ്ങൾ പുനലൂരുകാർ ചൂടരാ. We Pullur people we are really hot. അത് ചൂട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ കിടക്കാൻ പറ്റത്തില്ല. കാരണം ഈ തകരഷീറ്റിനകത്തു നിന്നുള്ള ചൂടെല്ലാം കൂടെ അടിക്കുന്നുണ്ട്. അകത്ത് കിടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്തായിരുന്നു കിടക്കുന്നത്. As it's a tin sheet as the roof, all the heat will come down to our house, so we cannot sleep inside our house in the summer. ഇരുന്ന് കേട്ടോ. Please sit. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, വെറുതെ ഇരിക്കരുത്. Pray and sit, don't sit simply. ഇനി തണുപ്പായ മഴയായാൽ അകത്ത് കിടക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഷീറ്റിന്റെ ഇടയിൽ കൂടെ ചെറിയ ചെറിയ മഴത്തുള്ളിയിലൊക്കെ വന്ന് വീഴുമ്പോൾ ഈ എന്താ പറയുക, സിമെന്റ് ഇട്ട തറയല്ല, ടൈൽ ഇട്ട തറയല്ല, ഈ പച്ച മലയാളത്തിൽ പറഞ്ഞ ചാണകം മെഴുകിയ തറ. And it's a rainy season, the raindrops will drip through the sheets, and it's not a cement floor or a tile floor, it's a floor where you have meshed the cow down. ഈ തറയ്ക്കകത്ത് ഈ വെള്ളത്തിന്റെ നനവടിക്കുമ്പോൾ, എനിക്ക് മോനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, ഈ തറയ്ക്കകത്ത് ഈ നമുക്ക് ഈ ചിക്കൻ ബോക്സ് വരുന്നത് പോലെ ഒരു സംഭവം ഈ തറയെന്ന് ഞാൻ ശരീരത്തെ കുത്തും. അറിയാവുന്നൊരു മാത്രം കാര്യം ഒന്ന് ചേർത്താൽ ഒത്തിരി പേർക്ക് അറിയാം. ഗോഡ് നാമുള്ളെന്നൊക്കെയാ ഞങ്ങളുടെ ഭാഷ പറയുന്നത്. So there used to be something which used to creep out of the floor, which used to hit us, which used to be very little bit painful. അത് രാവിലെ എഴുന്നേൽക്കും നമ്മുടെ ശരീരം മുഴുവൻ ചിക്കൻ ബോക്സ് വന്ന പോലെ ഇരിക്കും. And when you get up in the morning, that'll be like your body is as you got a chicken pox. തൊടാൻ പറ്റത്തില്ല, ഇങ്ങനെ മുള്ളു പോലെ കൊണ്ടുകയറും. You cannot touch it, that'll be pricking you like a thorn. ഞങ്ങൾ ഉപ്പിട്ടിട്ട് അതിന്റെ മുകളിൽ പ്ലാസ്റ്റിക് ഇട്ട് അതിന്റെ മുകളിൽ പായിട്ടായിരുന്നു ഉറങ്ങുന്നത്. We used to put salt, and above that we used to put a plastic sheet, above that we used to put a mat, and then we used to sleep. പക്ഷേ അഭിഷേകം നിന്റെ അഡ്രസ് മാറ്റും. But anointing will change your address. Amen. അടുത്തിരിക്കുന്നവരുടെ കാര്യത്തെ പിടിച്ചിട്ട് പറ, അഭിഷേകം നിന്റെ അഡ്രസ് മാറ്റുമെന്ന് പറ. Hold the hand of your neighbor and say, anointing will change your address. Amen. ഒന്നുകൂടെ പറ. Say it one more time. Anointing will change your address. നല്ലതുപോലെ പറ. Say it nicely. അഭിഷേകം നിന്റെ അഡ്രസ് മാറ്റുമെന്ന് പറ. The anointing will change your address. പ്രവചിച്ചു പറ. Come on, prophesy. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറ, അഭിഷേകം അഡ്രസ് മാറ്റുമെന്ന് പറ. Look to each other and say, the anointing will change your address. ഇന്ന് ഇതിനകത്ത് അങ്ങനെ ഒരു അന്തരീക്ഷം ചലിക്കുന്നുണ്ട്. An atmosphere like that's operating inside this today. കരങ്ങളെ അടിച്ച അഭിഷേകത്തെ ഒന്ന് ഓണർ ചെയ്തേ. Come on, clap your hands and honor the anointing. Thank you, Lord. ഞാനിത് പറയാൻ കാരണം മറ്റൊന്നുമല്ല. The reason why I'm saying is, ഞാൻ ഒരിക്കലും അങ്ങനെ തുടക്കത്തിൽ സാക്ഷി പറഞ്ഞു പോകുന്ന ആളല്ല. I normally don't say my testimony in the very beginning, പക്ഷെ എന്റെ ദൈവം എന്നോട് പറയുന്നു, but the Holy Spirit saying to me, ഇതിനകത്ത് ഇരിപ്പുണ്ട് ചിലത്. there are some people inside this, ഞാൻ നിങ്ങളോട് അതൂത് പറയുന്നേ, and I'm prophesying to you. നിന്റെ പ്രെഡിക്റ്റ് ചെയ്യാൻ നിന്റെ അപ്പന് പോലും പറ്റത്തില്ല. Even your father cannot predict you. Amen. ബന്ധുക്കാർക്ക് പറ്റത്തില്ല. Not your relatives.